കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ ആശ്രമത്തിൻ്റെ ചരിത്രവും പ്രത്യേകതകളും നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അവിശ്വസനീയമായ യോഗശക്തികളുള്ള ഒരു അവധൂത സന്യാസിയായിരുന്നു നിത്യാനന്ദ ഭഗവാൻ. സമാധാനത്തിനും ദൈവാനുഗ്രഹത്തിനുമായി ലക്ഷക്കണക്കിന് ആളുകൾ സ്വാമിജിയെ തേടിയെത്തിയിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ മഹായോഗികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1897 കേരളത്തിലെ കൊയിലാണ്ടിക്കടുത്ത് ജനിച്ച ഭഗവാൻ 12-ാം വയസ്സിൽ വീടുപേക്ഷിക്കുകയും വർഷങ്ങളോളം ഹിമാലയ സാനുക്കളിൽ തീവ്ര തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. ബർമ്മ, സിലോൺ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചു. പിന്നീട് ഉത്തര കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കർണാടകയിലും അദ്ദേഹം യാത്ര ചെയ്തു. സന്ദർശിച്ച ഇടങ്ങളിലെല്ലാം ഭഗവാന്റെ ദിവ്യാത്ഭുത പ്രകടനങ്ങൾക്ക് വേദിയായി. അവിടങ്ങളിൽ ഭക്തന്മാർ ഭഗവാന്റെ പേരിൽ ആശ്രമങ്ങളും ഭജനമഠങ്ങളും സ്ഥാപിച്ചു. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാൻ ഒരു സന്യാസിയായി കാഞ്ഞങ്ങാട് പ്രത്യക്ഷമായത്. അദ്ദേഹത്തിൻ്റെ അമാനുഷിക സിദ്ധികളുടെ പ്രകാശനത്തിന് നഗരം സാക്ഷിയായി. ഇവിടെ ആശ്രമം സ്ഥാപിച്ചതിന് ശേഷം 1931 അദ്ദേഹം മുംബൈയിലെ ഗണേഷ്പുരിയിലേക്ക് പോയി. അവിടെ മറ്റൊരു ആശ്രമം സ്ഥാപിച്ചു. അനേകം ശിഷ്യരെ ആത്മീയ ഔന്നത്യത്തിലേക്ക് നയിക്കുവാനും 10,000ങ്ങളുടെ കണ്ണീരൊപ്പുവാനും അദ്ദേഹത്തിന് സാധിച്ചു. 1961 ഗണേഷ്പുരിയിൽ വെച്ച് ഭഗവാൻ സമാധിയായി. കാഞ്ഞങ്ങാടിലെ നിത്യാനന്ദാശ്രമത്തിലെ പരിശുദ്ധ ഗുഹകളെക്കുറിച്ച് നമുക്കൊന്ന് കണ്ണോടിക്കാം. 1930 നിത്യാനന്ദ ഭഗവാനാണ് ഈ ഗുഹകൾ പണികഴിപ്പിച്ചത്. യാതൊരു സാങ്കേതിക വിദ്യയുടെയും പിൻബലമില്ലാതെ ഒറ്റക്കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ഈ ഗുഹകൾ 44 എണ്ണമാണ് ഉള്ളത്. അതിന്നും വിസ്മയമായി നിലകൊള്ളുന്നു. ഭഗവാന്റെ ദിവ്യ സാന്നിധ്യത്തിൽ പരിശുദ്ധമായ ഇവിടം ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു. ഒരിക്കൽ ഈ ഗുഹകളിൽ മഹാസന്യാസിമാർ എത്തിച്ചേരുമെന്നും അവർ സനാതന ധർമ്മത്തിൻ്റെതായ സുവർണയുഗത്തിൻ്റെ പിറവിക്ക് പ്രചോദനമേകുമെന്നും ഭഗവാൻ പ്രവചിച്ചു. കാഞ്ഞങ്ങാട്ടെ നിത്യാനന്ദാശ്രമത്തിൽ 2 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. 1963 ഗുഹകൾക്ക് മുകളിൽ പണികഴിക്കപ്പെട്ട നിത്യാനന്ദ ഭഗവാന്റെ ക്ഷേത്രവും മറ്റേത് 1989 പണികഴിക്കപ്പെട്ട ജനാനന്ദ സ്വാമികളുടെ ക്ഷേത്രവുമാണ്. സ്വാമി ജനാനന്ദ നിത്യാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ്. മംഗലാപുരത്തിനടുത്തുള്ള ഹെജമാടിയിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിലാണ് സ്വാമി ജനാനന്ദയുടെ ജനനം. വളരെ ചെറുപ്രായത്തിൽ തന്നെ ലൗകിക ജീവിതം വെടിഞ്ഞ് സന്യാസിയായി. നിത്യാനന്ദ ഭഗവാന്റെ അനന്തരാവകാശിയായ സ്വാമിജി ദീർഘകാലം തീവ്ര തപസ് അനുഷ്ഠിച്ചു. ഒരു മഹായോഗിയായിരുന്നു. മാനസ സരോവരം ഉൾപ്പെടെയുള്ള നിരവധി പുണ്യസ്ഥലങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. സ്വാമി നിത്യാനന്ദ ഭഗവാനെ ദർശിച്ചതും അദ്ദേഹത്തെ തൻ്റെ ഗുരുവായി സ്വീകരിച്ചതും ഇങ്ങനെയുള്ള ഒരു യാത്രയിലാണ്. ഗുരുവിൻ്റെ പ്രേരണയാൽ സ്വാമിജി ഈ ആശ്രമത്തിൻ്റെ അധിപനായി ഇവിടെ കഴിഞ്ഞു. തുടർന്നുള്ള 5 ദശകങ്ങളിൽ ആശ്രമം വളരെയേറെ ഉയർച്ച നേടി. അന്നുണ്ടായിരുന്ന പരിശുദ്ധിയും ലാളിത്യവും ഐശ്വര്യവും ആശ്രമത്തിൻ്റെ കീർത്തി മുദ്രകളായി ഇന്നും നിലനിൽക്കുന്നു. 1982 സ്വാമിജി സമാധിയായത്. അദ്ദേഹം രൂപീകരിച്ച ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ ആശ്രമം നടത്തിവരുന്നത്.